സിജോ, എന്താണ് സംഭവിച്ചത് അന്ന് 2018 നിയമനത്തിനായി? പത്രത്തിലെ ഒരു പരസ്യം അഡ്വർടൈസ്മെന്റ് കണ്ട ശേഷം മാത്രമാണ് ഞാൻ പത്രത്തിലേക്ക് എന്തിനെ ഇത് കണ്ട്. അതിനുശേഷം മാത്രം എൻ്റെ ഒരു പപ്പ ഒരു കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ ബത്തേരി അറും ബാങ്ക് ബോർഡ് കോൺഗ്രസിൻ്റെയാണ്. പിന്നീട് എൻ എം വിജയേട്ടനായിട്ടും പപ്പ പഴയ രാഷ്ട്രീയ ബന്ധവും അതിൻ്റെ പേരിൽ മാത്രമായിട്ട് എൻ്റെ ചേട്ടന് യൂത്ത് കോൺഗ്രസിൻ്റെ മേപ്പാടി മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബാലകൃഷ്ണൻ ഇപ്പോൾ നിലവിലെ MLA കൽപ്പറ്റ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അന്നോടുള്ള പരിചയം, വീട്ടിലുള്ള പരിചയത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് ബാലകൃഷ്ണനായിട്ട് ഫസ്റ്റ് സംസാരിച്ചതിൻ്റെ പേരിൽ പുള്ളി പറഞ്ഞു 15 ലക്ഷം എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് പറ്റ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു പാർട്ടി പ്രകാരമായിട്ട് കിട്ടിയ ഭൂമിയാണ്. നമുക്ക് കുറഞ്ഞ ഭൂമിയാണ് നിലവിലുള്ളത്. അതിൽ കിട്ടിയ ഭൂമി എനിക്ക് പാർട്ടിഷനായിട്ട് തന്നത്. ഇപ്പോൾ നിലവിൽ എൻ്റെ പേരിൽ ഭൂമിയൊന്നുമില്ല. ആ തന്ന ഭൂമിയിൽ എനിക്ക് കിട്ടിയ വിധപ്രകാരമാണ് 10 ലക്ഷം റുപ്യ ബാലകൃഷ്ണന്. അപ്പോൾ ബാലകൃഷ്ണൻ MLA പറഞ്ഞത് വിജയേട്ടൻ്റെ വീട്ടിൽ ബത്തേരി, വിജയേട്ടനായിട്ടും പപ്പ പഴയ ഒരു ബന്ധമാണ്. വിജയേട്ടനായിട്ട് ഞാൻ അറിയില്ല, ഞാനവിടെ അടുത്ത് പഠിച്ച് ഒരു ബന്ധം. ഞാൻ തൊട്ടപ്പുറത്ത് പൂമല BA കോളേജിലാണ് പഠിച്ചത്. അപ്പം കോളേജിൻ്റെ ഫംഗ്ഷൻ പ്രകാരമായിട്ട് വന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ലൊരു മനുഷ്യനായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എല്ലാ മനുഷ്യനും പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ബത്തേരി പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പപ്പയ്ക്കുള്ള പഴയ പരിചയത്തിൻ്റെ പേരിലും വിജയേട്ടൻ്റെ വീട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല, വിജയേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ ക്യാഷായിട്ട് ചെന്ന്. ഞാനുണ്ട്, എൻ്റെ അമ്മാവനുണ്ട്, പിന്നെ എൻ്റെ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് ജയ്മോൻ, അമ്മാവൻ്റെ പേര് തങ്കച്ചൻ. പിന്നീട് നമ്മൾ വിജയേട്ടൻ്റെ വീട്ടിലെത്തി, ഞാനടക്കം 4 പേര്, പപ്പയടക്കം. പിന്നെ വീട്ടിലെത്തിയ ശേഷം മാത്രമായിട്ട് പപ്പയ്ക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ബാലകൃഷ്ണൻ MLA വിജയേട്ടൻ്റെ ഫോണിൽ നിന്ന് വിളിപ്പിച്ച്. ബത്തേരി MLA ആണ്, അന്ന് DCC പ്രസിഡൻ്റാണ് ബാലകൃഷ്ണൻ. അപ്പം വിളിച്ച ശേഷം മാത്രമായിട്ട് ബാലകൃഷ്ണന് ഫോണെടുത്ത് ഫോണെടുത്ത ശേഷം മാത്രമായിട്ട് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം, 10 അല്ല, ഒരു 10-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ MLA വന്ന് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എത്തിയ അവിടെ തന്നെ വിജയേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. വണ്ടി ക്രോസ് അവിടെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ക്രോസൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം മാത്രം ഡ്രൈവർ അവിടെ ഇരിക്കണം. പുള്ളി വന്ന് വിജയേട്ടനായിട്ട് റൂമിൽ ഒന്ന് സംസാരിച്ച് അതിന് ശേഷം മാത്രമാണ് ആ ക്യാഷ് എടുത്തു കൊടുക്കണം. 10 ലക്ഷം രൂപ എടുത്തു കൊടുത്ത് നമ്മൾ ഒരു ബാഗിലാണ് കൈമാറി. അപ്പോൾ തന്നെ ബാലകൃഷ്ണൻ MLA ആ ക്യാഷായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ജോലിയില്ല. പിന്നെ കൊറോണ ടൈമായിരുന്നു. അല്ല, കൊറോണ ടൈമായിരുന്നു. 2018 ഞാൻ ഈ ക്യാഷ് കൊടുക്കുന്നത്. കൊറോണ ടൈം ആയതുകൊണ്ട് മാത്രമേ 2021 പിന്നെ എക്സാം നടക്കുന്നത്. അപ്പോൾ എക്സാം നടക്കുന്നത് ബത്തേരി അസംഷൻ സ്കൂളിൽ വെച്ചിട്ടാണ്. അന്ന് ഒരു 100 കൂടുതൽ പിള്ളേർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. 2 വേക്കൻസി മാത്രമേ ഉള്ളൂ. ഒന്ന് പിയൂൺ തസ്തികയും ഒന്ന് വാച്ച്മാൻ്റെ തസ്തിക പ്രകാരമായിട്ട്. ലിസ്റ്റിൽ വന്നതും ഞാനാണ്. ലിസ്റ്റിൽ ഫസ്റ്റ് വന്നത് ഞാനാണ്. പിന്നീട് വാച്ച്മാൻ്റെ എക്സാം ഞാൻ എഴുതിയായിരുന്നു. പക്ഷേ പിയൂണിനാണ് ഞാൻ ക്യാഷ് പിയൂൺ പ്രകാരമായിട്ടാണ് കൊടുത്തത്. എന്നിട്ട് എക്സാമൊക്കെ എഴുതി. പിന്നീട് 2 മാസം നിയമനം എന്നാണ് ഫസ്റ്റ് 2018 പറഞ്ഞത്. പിന്നീട് കൊറോണ പ്രകാരമായിട്ട് പെൻഡിങ് ആയി. അതിപ്പോൾ നമ്മളാരും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അതിനുശേഷം കൊറോണ പ്രകാരമായിട്ട് നമ്മൾ എക്സാം കഴിഞ്ഞ ശേഷം മാത്രം ഒരു മറുപടി തരുന്നില്ല. എൻ്റെ നിയമന പ്രകാരമായിട്ട് മറ്റൊരു വ്യക്തിനെ ബത്തേരി MLA ബാലകൃഷ്ണൻ നിയമിച്ച്. അത് ഞാൻ അറിഞ്ഞു. അതിനുശേഷം മാത്രമായിട്ട് പുള്ളിയെടുത്ത് പൈസ വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് NM വിജയേട്ടൻ്റെ വീട്ടിൽ പോയി ചോദിക്കും, ഞാൻ ആ പുള്ളീനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനും പപ്പ പുള്ളീനെ ICൻ്റെ വീട്ടിൽ പോയി കണ്ട്, കേണിച്ചിരാണ്ട് ICൻ്റെ വീട്ടിൽ പോയി കണ്ട്. പിന്നെ പുള്ളീനെ ഓഫീസിൽ നിന്ന് കണ്ട്. ഞാൻ അങ്ങനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് NM വിജയേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനാണ്. അങ്ങനെ NM വിജയേട്ടന് 2022 എനിക്കൊരു ചെക്ക് തന്ന്. പഞ്ചാബ് നാഷണൽ ബാങ്ക് കേട്ടോ, പഞ്ചാബ് നാഷണൽ NM വിജയേട്ടൻ്റെ പേരിൽ ചെക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ചെക്ക് തന്നതിൻ്റെ പേരിൽ മാത്രമായിട്ട് ചെക്ക് 1 മാസത്തേക്കാണ് പിന്നെ ബൗൺസായി. അതിനുശേഷം മാത്രമായിട്ട് പിന്നീട് നമുക്ക് ഒരു തെളിവുമില്ല. നമ്മൾ കൊടുത്ത ആ നിയമനം നടക്കുകയും ചെയ്ത് പിന്നീട് ജോലി കിട്ടൂല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പുള്ളി ബാലകൃഷ്ണൻ MLA വീണ്ടും നമ്മൾ ചെന്ന് ഞാനും ചേട്ടനും ജയ്മോനും പപ്പയും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ MLA പറഞ്ഞ് വിജയേട്ടന് ഒരു 8 സെൻറ്റ് സ്ഥലം എഴുതി തരും. അത് തൊട്ടപ്പക്കുളത്ത് ചീനപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലം ലെഫ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭൂമിയാണ്. 8 സെൻറ്റ് സ്ഥലമുള്ളൂ. ബാക്ക് സൈഡൊക്കെ മക്കളുടെ ഭൂമിയാണ്. അവിടെ കൊണ്ട് 8 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലേക്ക്
വിൽപ്പന കരാർ പ്രകാരമായിട്ടോ എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, വിൽപ്പന കരാർ പ്രകാരമായിട്ട് എഴുതി തന്നു. എഴുതി തന്നതിന് ശേഷം പിന്നീടും ഒരു വർഷത്തേക്ക് ഒരു തീർച്ചയാണല്ലോ അത് വിൽപ്പന നടത്തി കഴിഞ്ഞ ശേഷമാണല്ലോ ബാക്ക് സൈഡ് എല്ലാം കൂടെ കൂട്ടി വിൽപ്പന നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുത്ത ക്യാഷ് തിരിച്ചു തരാം, ഇൻട്രസ്റ്റ് പ്രകാരമായിട്ട് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ശേഷം മാത്രമായിട്ട് ഒരു ഭൂമിയും തിരിച്ചു തന്നില്ല. അതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ ആ ഭൂമി അറ്റാച്ച് ചെയ്ത് നമ്മുടെ മാണിശ്ശേരി വക്കീൽ ഷൈജു വക്കീൽ കൽപ്പറ്റ, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വക്കീലിനോട് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും വാക്വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വക്കീലിനെ അറ്റാച്ച് ചെയ്ത് ഇപ്പോഴും കേസ് നിലവിലാക്കുന്നു. അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ വില്ലേജിൽ അതിന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ പുള്ളീൻ്റെ ഭൂമീൻ്റെ അവിടെ നോട്ടീസ് ഒട്ടിച്ചു. അതിനുശേഷം മാത്രമായിട്ട് പുള്ളീൻ്റെ വീട്ടിൽ പോയി നോട്ടീസ്, വിജയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നോട്ടീസ് ഒട്ടിച്ച് അതിനുശേഷം വില്ലേജിൽ നിലവിലറിയാം. അതിനുശേഷം മാത്രമായിട്ട് പുള്ളി പിന്നീടും പറഞ്ഞ് അറ്റാച്ച് ചെയ്തതിൻ്റെ പേരിൽ മുമ്പ് വിൽപ്പന നടത്തില്ല. പിന്നീട് പറഞ്ഞ് എൻ്റെ പപ്പ അറിയപ്പെടുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു കോൺഗ്രസ് നേതാവാണ്, കുഴപ്പമില്ലാത്തല്ല അറിയപ്പെടുന്ന നേതാവാണ്. അപ്പോൾ പുള്ളി പിന്നീട് പറഞ്ഞ് വിജയേട്ടന് വീട്ടിൽ വന്നിട്ട് ഇവിടെ ഞാനില്ല, എൻ്റെ ചേട്ടനില്ല സമയത്തൊക്കെ പപ്പേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ ഭൂമി ഒന്ന് അറ്റാച്ച് വിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമായിട്ട് പപ്പ എന്തോ മമ്മിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതിനിടയിൽ പപ്പ അത് ഒഴിവാക്കി കൊടുത്ത് 10 ദിവസത്തിനുള്ള നിങ്ങൾക്ക് ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നീടും ക്യാഷ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കോടതിയിൽ കേസ് കിടക്കുകയാണ്, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റാച്ച് ഒഴിവാക്കിയതിൻ്റെ പേരിലും കേസ് അവിടെ നടത്താൻ വേണ്ടി അറ്റാച്ച് ഒഴിവാക്കിയ ശേഷം മാത്രം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വക്കീലിന് ഇത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടോ കാരണത്തിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എൻ്റെ തെളിവൊക്കെ. പിന്നീട് 2024 ലാസ്റ്റ് ആണ്ടാണ് വിജയേട്ടൻ മരിക്കുന്നത്, 2025 പപ്പ മരിക്കുന്നത്. അതിനുശേഷം മാത്രമായിട്ട് പിന്നീട് ഈ നമുക്ക് ഭൂമി അനുകൂലമായിട്ട് അത് ലേലം ചെയ്യാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വരണം. കൽപ്പറ്റ സബ് കോടതിയാണ്, ബത്തേരി സബ് കോടതിയിലാണ് ഇത് കേസൊക്കെ നടക്കുന്നത്. സബ് കോടതി പ്രകാരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലോ 2 മാസം മുമ്പായിട്ട് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയുന്നത്. 2023 ബത്തേരി വിനായക് ഹോസ്പിറ്റലിലെ മധുസൂദൻ ഡോക്ടർക്ക്, എൻ്റെ ഹെഡ് മധുസൂദൻ ഡോക്ടർക്ക് NM വിജയൻ ഈ ഭൂമി അറ്റാച്ച് നമ്മൾ റദ്ദാക്കിയ ശേഷം മാത്രമായിട്ട് ഭൂമി വിറ്റത് നമ്മൾ അറിയുന്നത്. അതിൽ വിജയണ്ണ പിന്നീട് കണ്ടിരുന്നു പോയിട്ട്? ഇല്ലല്ല, 2021 വിജയേട്ടൻ അപ്പം തന്നെ മരിച്ചല്ലോ. നമുക്ക് 2 മാസം വിജയേട്ടന് മരിക്കണതിന് മുമ്പായിട്ട് എന്നെ ബത്തേരിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പം വിജയേട്ടൻ പറഞ്ഞായിരുന്നു, ഞാൻ ക്യാഷിൻ്റെ കാര്യം ചോദിച്ച്, ഇത്ര 10 ലക്ഷം ICക്ക് ഞാൻ എടുത്തു കൊടുത്തു, അതിലെന്തെങ്കിലും കിട്ടിയോയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞു, എനിക്കൊരു 30,000 രൂപ 40,000 രൂപേൻ്റെ ചോട കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് IC ബാലകൃഷ്ണൻ കൊണ്ടുപോയെന്നാണ് എനിക്കറിയണം. ബാഗ് ഞാൻ പുള്ളിക്കാണ് എടുത്തു കൊടുത്തത്, പിന്നീട് അയച്ചു കൊടുത്താണോ എന്ന് എനിക്കറിയില്ല. ഭൂമിയും പോയി, തന്ന ഭൂമിയും പോയി, നിങ്ങളുടെ ഭൂമിയും പോയി, പൈസയും പോയി. പിന്നീട് ഞാൻ നോക്കുമ്പോൾ പിന്നീട് ഒരു സോഴ്സിലാണല്ലോ വിൽപ്പന നടത്തിയെന്നൊക്കെ അറിഞ്ഞ ശേഷം മാത്രമായിട്ട്. ഇപ്പോൾ കാരണം ഇപ്പോൾ മിനിങ്ങാന്നൊക്കെ മീഡിയക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതെന്താ നിങ്ങൾക്ക് എന്താ സാക്ഷി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സാക്ഷിയുണ്ടല്ലോ, ഒരു MLAൻ്റെ അടുത്ത് നമ്മൾ എണ്ണി കൊടുക്കില്ലല്ലോ, പിന്നെ ബാഗ് കൈമാറിയെന്ന് മാത്രമായിട്ട്. അവിടെ വിജയേട്ടന് അവിടെ ആ സമയത്തൊന്നും ക്യാഷ് കൈമാറിയിട്ടൊന്നുമില്ല. പുള്ളി പിന്നീട് വിജയേട്ടൻ എങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പുള്ളിക്കൊരു 30,000 പോയത് അപ്പം തന്നെ വേറെ ഒരു 5 മിനിറ്റ്സ് ആ സമയത്ത് തന്നെ വന്ന് പോവുകയും ചെയ്തു. അവർ റൂമിൽ കയറി സംസാരിച്ച് വന്ന് പോവുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ പേരിൽ മാത്രമാണ് മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് കണ്ടിട്ട് നമുക്ക് 2 മാസം മുമ്പല്ല അറിയുന്നത് ഭൂമി വിൽപ്പന. ICI ഇപ്പോൾ അതിനുശേഷം വിളിച്ചിരുന്നു. ICനെ കണ്ടതിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച തോന്നുന്നു പത്രസമ്മേളനം വിളിച്ചത്. വെള്ളിയാഴ്ച IC DCC ഓഫീസിൽ പോയിരുന്നു. DC ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഐസക്ക് DC പ്രസിഡന്റ് ഐസക്ക് വക്കീലിനെ കണ്ടിരുന്നപ്പം പുള്ളി അപ്പോൾ തന്നെ IC ഞാൻ വിളിച്ചിരുന്നു. അതിന് മുമ്പായിട്ട് 4-5 പ്രാവശ്യം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ഐസക്ക് വക്കീലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വക്കീലിൻ്റെ ഫോണിൽ നിന്ന് IC ബാലകൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി ഫസ്റ്റ് കേട്ടോ എന്നെ അറിയാം, അപ്പുറം കൊച്ചേട്ടൻ്റെ മോനെന്ന് പറഞ്ഞപ്പോൾ സിജോ എന്ന് പറയാം, ക്യാഷ് എടുത്ത് കൊടുത്ത ഞാനാണല്ലോ, പുള്ളിക്ക് എന്നെ അറിയാണ്ടിരിക്കുമല്ലോ. അതിനുശേഷം 10 പ്രാവശ്യം ഞാൻ പുള്ളീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോലിയായി എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമായിട്ട് വീട്ടിലറിയാണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പുള്ളീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയച്ചേരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിൻ്റെ മണ്ഡലം കൽപ്പറ്റയല്ലേ, നിൻ്റെ മണ്ഡലം സിദ്ദീഖായിട്ട് ചോദിക്കാൻ പറഞ്ഞു വക്കീലായിട്ട്. എനിക്ക് തോന്നുന്നത് സിദ്ദീഖ ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് കൽപ്പറ്റ കോഴിക്കോട് കാലിക്കറ്റ് DCC പ്രസിഡൻ്റാണ് അല്ലേ. പിന്നീട് അങ്ങനെ പറഞ്ഞു. പിന്നീടാണ് പത്രസമ്മേളനം വിളിച്ചത് കേട്ടോ. പിന്നെ
പ്രസ് ക്ലബ്ബിൽ എല്ലാ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഇനി മുന്നോട്ട് പോകുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിട്ട് ഇന്നല്ല നാളെ ആയിട്ട് ഞാൻ DC ഓഫീസിലേക്ക് വരും കേട്ടോ. ഞാനും മമ്മിയും വരും. ജീവിക്കാനൊരു മാർഗ്ഗമില്ല കേട്ടോ. ജീവിക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ല. സൂയിസൈഡ് മൈൻഡ് മാത്രമേ ഉള്ളൂ. ഞാൻ നാളെ നിങ്ങളെ എല്ലാ മീഡിയക്കാരെ ഞാൻ വിളിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് മുമ്പോട്ട് പോകാനുള്ള മാർഗ്ഗമില്ല. കൊടുത്ത പൈസ ക്യാഷും ഇല്ല, ജോലിയില്ല അല്ലേ. പുള്ളിക്കറിയാം, IC ബാലകൃഷ്ണൻ MLA അടുത്ത് ഇപ്പോഴും ഇപ്പോൾ പുള്ളീനെ മനസ്സിലറിയാം. ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്ത ഒരു വ്യക്തിയാണ്, ഞാനാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഒരു MLA ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഒരു വ്യക്തിക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു MLA പോസ്റ്റിലിരിക്കുന്ന വ്യക്തിക്കും നമ്മൾ കൈമാറി കൊടുക്കില്ല. അത് കോൺഗ്രസിൻ്റെ ബോർഡാണെങ്കിലും ഏത് ബോർഡാണെങ്കിലും. പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ ഇപ്പോൾ നാളെ പറഞ്ഞില്ല, ഇപ്പോൾ നാളെ DC ഓഫീസിലേക്ക് വരും, ഞാനും മമ്മിയും വരും കേട്ടോ. ഇപ്പോൾ അന്ന് കറക്റ്റായിട്ട് അവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. പിന്നീട് കുറേ കോൺഗ്രസ് നേതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് അത് നാളെ DCC ഓഫീസിലേക്ക് വരാനാണ് തീരുമാനം. DC ഓഫീസിലേക്ക് വരാൻ വേണ്ടിയാണ് തീരുമാനം. അവിടെ എങ്ങനെയാ നടപടികൾ? നടപടി പറഞ്ഞില്ലേ, ഞാൻ ആത്മഹത്യയിൽ റൂട്ടിലേക്ക് തന്നെ ഞാൻ പോകുന്നത് കേട്ടോ. മുമ്പോട്ട് ജീവിക്കാൻ മാർഗവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അവസ്ഥയൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ കുഞ്ഞേട്ടനൊക്കെ എല്ലാവർക്കും അറിയാം. കവലയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മോശപ്പെട്ട അവസ്ഥയിലാണ്. ഞാനല്ല, എൻ്റെ മമ്മി പോലും. പപ്പ മരിച്ച്, പപ്പയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പപ്പ മരിച്ചിട്ട് 1 വർഷമായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിരുന്നു. കാരണം നമ്മുടെ സീമേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിയാന്ന് കൊടുത്താണ്. കൊടുത്ത് സീമിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അരമണിക്കൂർ തന്നെ ഞാനായിട്ട് സംസാരിച്ചു. പിന്നെ DGP കൊടുത്തിട്ടുണ്ടായിരുന്നു. DG ഓഫീസിൽ നിന്ന് വിളിച്ച് നിയമ നടപടികൾ കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനെ ആത്മഹത്യ? അതല്ല, നിയമ നടപടികളല്ല. ഇവർ രണ്ടുപേരും മാത്രമേ അയച്ചുള്ളൂ. പിന്നീട് ഞാൻ രാഹുൽ ഗാന്ധി കൊടുത്ത്, നമ്മളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണല്ലോ. ഞാൻ കോൺഗ്രസിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി കൊടുത്ത്, പ്രിയങ്കാന്തി കൊടുത്ത്, നമ്മളെ MP ആണല്ലോ. പിന്നീട് KPCC സണ്ണി ജോസഫിന് കൊടുത്ത്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കൊടുത്ത്, VD സതീഷിന് കൊടുത്ത് കേട്ടോ. VD സതീഷിന് പിന്നെ DCCക്ക് കൊടുത്തില്ല, കൽപ്പറ്റ. നമ്മൾ നേരിട്ട് പോയി കണ്ടതാണല്ലോ. DC ഓഫീസിലേക്ക് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐസക് വക്കീലായിട്ട് ഞാൻ സംസാരിച്ചാണല്ലോ. പിന്നീട് പ്രിയങ്ക വന്നപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? പ്രിയങ്ക വന്നപ്പോൾ കൊടുത്തതല്ല, ഇവിടുന്ന് മെയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മെയിൽ ചെയ്തല്ല. ഇപ്പം ആകെ 2 ഓഫീസിൽ നിന്ന് മാത്രമേ വിളിച്ചുള്ളൂ. CMൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, DGPൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതെ, ഇന്നലെ സംസാരിച്ചു. എനിക്ക് 42. MA BEd കഴിഞ്ഞ് ഉദ്യോഗത്തിനായി വന്ന ഒരാളെയാണ് IC ബാലകൃഷ്ണൻ ഈ രീതിയിൽ പണം വാങ്ങി ചതിച്ചിട്ടുള്ളത് എന്നാണ് സിജോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം ഇപ്പോൾ കടബാധ്യതയിലൊക്കെയാണുള്ളത്. മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളില്ല. ഇക്കാര്യങ്ങളൊക്കെ തന്നെ KPCC നേതൃത്വത്തെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെയും അറിയിച്ചിട്ടുണ്ട്. ഇനി ആത്മഹത്യയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നാണ് സിജോ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.